ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് മൈറ്റ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബാണ്. അപ്പോൾ അത് നമ്മൾ ഒരു പക്ഷേ ചെയ്തു കാണുമായിരിക്കും എന്നുള്ള അർത്ഥത്തിൽ ആണ് നമ്മൾ ഈ മൈറ്റ് ഹാവും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും കൂടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്. ഇതേത് വന്നിരുന്നാലും നമ്മൾ ഹാവ് തന്നെ ഇവിടെ ചേർക്കണം. ഓക്കെ, ആദ്യത്തേത് ഹി മൈറ്റ് ഹാവ് ഗോൺ. ഒരു പക്ഷേ അവൻ പോയി കാണുമായിരിക്കും. അതായത് ഗോവിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഗോൺ. ദ എക്സാം മൈറ്റ് ഹാവ് ബിഗൺ. ഒരു പക്ഷേ പരീക്ഷ തുടങ്ങി കാണുമായിരിക്കും. ബിഗിൻ എന്നുള്ള വേർഡിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ബിഗൺ. ഹി മൈറ്റ് ഹാവ് ഹിയർഡ് അസ്. ഒരു പക്ഷേ നമ്മൾ പറഞ്ഞത് അവൻ കേട്ട് കാണുമായിരിക്കും. ഹിയർ എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഹിയർഡ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇനിയും അടുത്ത എക്സാമ്പിൾ, ഇറ്റ് മൈറ്റ് ഹാവ് റെയിൻഡ് ദെയർ. ഒരു പക്ഷേ അവിടെ മഴ പെയ്ത് കാണുമായിരിക്കും. റെയിൻ എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ റെയിൻഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ ഫോമാണ്. മൈറ്റ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഫോം. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഓർത്തിരിക്കണം. എവിടെ അല്ലെങ്കിൽ എത്ര മണിക്ക് എന്നൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് വെയർ ഓർ വാട്ട് ടൈം പ്ലസ് മൈറ്റ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പോൾ അത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് നോക്കാം. മൈറ്റ് ഷീ ഹാവ് ഗോട്ട് ദ ബസ്. ഒരു പക്ഷേ അവൾക്ക് ബസ് കിട്ടിക്കാണുമായിരിക്കുമോ. ഓക്കെ, ഗെറ്റ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഗോട്ട്. അടുത്തത് മൈറ്റ് ഹീ ഹാവ് സീൻ അസ്. ഒരു പക്ഷേ അയാൾ നമ്മളെ കണ്ട് കാണുമായിരിക്കുമോ. സീ എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് സീൻ. ഓക്കെ, അടുത്ത എക്സാമ്പിൾ, വെയർ മൈറ്റ് ദേ ഹാവ് റീച്ച്ഡ് ബൈ നൗ. ഒരു പക്ഷേ ഇപ്പോൾ അവർ അവിടെ എത്തിക്കാണുമായിരിക്കുമോ ആവോ. അപ്പോൾ റീച്ച് എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് റീച്ച്ഡ്. വാട്ട് ടൈം മൈറ്റ് ഹീ ഹാവ് ഗോൺ. ഒരു പക്ഷേ അയാൾ എത്ര മണിക്ക് ആയിരിക്കുമോ പോയത്. അപ്പോൾ ഗോ എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഗോൺ. ഇനി അടുത്തത് നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. അതിൻ്റെ ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് മൈറ്റ് നോട്ട് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളതാണ് നെഗറ്റീവ് ഫോം. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഹി മൈറ്റ് നോട്ട് ഹാവ് ഗോൺ. ഒരു പക്ഷേ അയാൾ അവിടെ പോയി കാണില്ലായിരിക്കും. അടുത്തത് ഷീ മൈറ്റ് നോട്ട് ഹാവ് ഗോട്ട് ദ ബസ്. ഒരു പക്ഷേ അവൾക്ക് ബസ് കിട്ടിക്കാണില്ലായിരിക്കും. മൈ ഫാദർ മൈറ്റ് നോട്ട് ഹാവ് നോട്ടീസ്ഡ് ഇറ്റ്. ഒരു പക്ഷേ എൻ്റെ അച്ഛൻ അത് ശ്രദ്ധിച്ചു കാണില്ലായിരിക്കും. ഓക്കെ, നോട്ടീസ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നോട്ടീസ്ഡ് എന്നുള്ളതാണ്. അപ്പോൾ ഹൈസ്കൂൾ ഇംഗ്ലീഷ് ഗ്രാമർ സ്റ്റഡി ചെയ്യുന്നവർക്കും അതുപോലെ പി എസ് സിയുടെ ഇംഗ്ലീഷ് പേപ്പർ പ്രിപ്പയർ ചെയ്തവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.